നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ഉൾപ്പെടെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യത. ഇതോടെ ഇടുക്കിയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്ര അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് തോട്ടം കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിൽ. പാമ്പാടുംപാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു. പൂപ്പാറയിലുണ്ടായ കത്തിക്കുത്തിൽ പൂപ്പാറ കോളനി സ്വദേശി ജയപ്രകാശിന് കുത്തേറ്റു. ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ചിയാർ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാത. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പാത PWD ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടും പ്രയോജനമില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകൾ. ഇടുക്കി ഉൾപ്പെടെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇതോടെ ഇടുക്കിയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്ര റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഇടുക്കി ഉൾപ്പെടെ 4 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഇതോടെ പൊതുജനങ്ങൾക്കും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി താമസിക്കേണ്ടതാണെന്ന ഉത്തരവിൽ പറയുന്നു. കൂടാതെ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രയും ജില്ലാ കളക്ടർ നിരോധിച്ചു. നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, തഹസിൽദാർമാർ എന്നിവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ്, DTPC, ഹൈഡൽ ടൂറിസം, വനംവകുപ്പ്, KSCB, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ചുമതല നൽകി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ്. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർക്കും മുന്നറിയിപ്പുകൾ നൽകണം. ജില്ലയിലെ ഓഫ് റോഡ് സഫാരിയും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. തോട്ടം കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാമ്പാടുംപാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു. ഇടുക്കിയുടെ അതിർത്തി മേഖലകളായ കരുണാപുരം, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, ശാന്തൻപാറ, നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. ശാന്തൻപാറയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 15 പേർ നിരീക്ഷണത്തിലാണ്. ഉടുമ്പൻചോലയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 8 പേർ നിരീക്ഷണത്തിലാണ്. പാമ്പാടുംപാറയിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 8 പേർ നിരീക്ഷണത്തിലാണ്. ഇവിടെ 4 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മന്തും മലേറിയയും പടർന്നു പിടിച്ചിരിക്കുന്നതെന്ന് ശാന്തൻപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുല്യ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് 2-3 മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് കൗണ്ട് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ NS1 ആന്റിജൻ കുറച്ച് പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ ആളുകളൊക്കെ കുറച്ച് പാനിക്കായി ഡെങ്കുവിന്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു. അപ്പൊ നമ്മളത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ IgM, IgG ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് 1-2 പോസിറ്റീവുകൾ കുറച്ച് കിട്ടി. പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് ഇത് ELISA ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു. അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പനി പടർന്ന് വ്യാപിച്ചപ്പോൾ തന്നെ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ആരോഗ്യവകുപ്പും നമ്മുടെ പഞ്ചായത്തും കൂടി ചേർന്ന് ചെയ്തിരുന്നു. ആശാ വർക്കേഴ്സും MLSP അതുപോലെ തന്നെ JHA-JPHമാരെല്ലാവരും കൂടെ സ്പ്രേയിങ് ആക്ടിവിറ്റീസും ചെയ്തു. പിന്നെ സോഴ്സ് റിഡക്ഷനും നമ്മൾ ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീടുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരുണാപുരത്ത് 3 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത്. ഇവിടെയും 6 പേർ നിരീക്ഷണത്തിലാണ്.
നെടുങ്കണ്ടത്ത് 11 പേർക്ക് രോഗബാധ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കരുണാപുരത്ത് 3 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത്. ഇവിടെയും 6 പേർ നിരീക്ഷണത്തിലാണെന്ന് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ്മ ഗോപിനാഥ് പറഞ്ഞു. നമുക്ക് മൊത്തം കേസുകൾ എന്ന് പറയുന്നത് 9 എണ്ണമായിരുന്നു. അതിൽ 3 എണ്ണം റിക്കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 6 പേര് നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ, അതായത് ഫോഗിങ്, ക്ലോറിനേഷന്, ഈ വീട്ടിൽ കഴിയുന്നവർക്ക് വല ഇട്ടിട്ടുണ്ട്. അപ്പം ഇവരെ കൊതുക് കടിക്കാതെ ഇവരെ കടിക്കുന്ന കൊതുക് മറ്റുള്ളവരിലേക്ക് പോയി ഇതിന്റെ പകർച്ചവ്യാപനം തടയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ വലയ്ക്കകത്താണ് കഴിയുന്നത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലടക്കം ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിവേഗ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കുന്നത്. പൂപ്പാറയിലുണ്ടായ കത്തിക്കുത്തിൽ പൂപ്പാറ കോളനി സ്വദേശി ജയപ്രകാശിന് കുത്തേറ്റു. ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഉദരഭാഗത്തിനാണ് കുത്തേറ്റിരിക്കുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് കത്തിക്കുത്തുണ്ടായത്. നെടുങ്കണ്ടത്തിന് സമീപം പച്ചടിയിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പച്ചടി മംഗലത്ത് ഇമ്മാനുവലാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പച്ചടിയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പച്ചടി സ്വദേശി മംഗലത്ത് ഇമ്മാനുവലാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. 10 വളവ് ഭാഗത്തു നിന്ന് അമിത വേഗതയിലെത്തിയ ഇൻവേഡർ ജീപ്പ് ഇമ്മാനുവലിനെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അപകടത്തിന് ശേഷം നിർത്താതെ പോകാൻ ശ്രമിച്ച വാഹനം നാട്ടുകാർ തടഞ്ഞു നിർത്തി. മേരിയാണ് ഭാര്യ. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ചിയാർ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാത. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പാത PWD ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാഞ്ചിയാർ അഞ്ചുരുളി. ദിനംപ്രതി സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. എന്നാൽ ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ പാതകളാണ്. മഴ പെയ്തതോടെ വെള്ളക്കെട്ടിലൂടെ വേണം അഞ്ചുരുളിയിലേക്ക് യാത്ര ചെയ്യാൻ. പാതയിലുടനീളം വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വീതി കുറവുള്ള പാതയായതിനാലും ഏറെ ക്ലേശം സഹിച്ചാണ് സഞ്ചാരികൾ അഞ്ചുരുളി ടണൽ മുഖത്തേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവൻ വെള്ളക്കെട്ട് രൂപപ്പെടുകയും യഥാവിധി ഇതിന് ഓടയോ മറ്റ് വെള്ളം ഒഴുകി പോകാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല. ദിനം പ്രതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും നാട്ടുകാരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണിത്. ഈ റോഡ് 6-7 വർഷക്കാലമായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര വളരെ ദുഷ്കരമായിരിക്കുകയാണ്. കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യാനും വേണ്ടത്ര സൗകര്യങ്ങൾ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പാത PWD ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് പാത. വിനോദസഞ്ചാരികൾക്ക് പുറമെ മേഖലയിലെ നാട്ടുകാരും വലിയ യാത്രാ ദുരിതമാണ് വർഷങ്ങളായി അനുഭവിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളും ഈ ചെളിക്കുണ്ട് താണ്ടി വേണം യാത്ര ചെയ്യാൻ. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പഴമ്പള്ളിച്ചാൽ മേഖലയിലൂടെ കടന്നുപോകുന്ന പഴമ്പള്ളിച്ചാൽ പരിശക്കല്ല് റോഡിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയ ഭാഗത്ത് മണ്ണിട്ട് നികത്താത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയതിനെ തുടർന്നായിരുന്നു ഇവിടെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയത്. എന്നാൽ മണ്ണിട്ട് നികത്താത്തതിനാൽ റോഡ് ഇപ്പോഴും യാത്രായോഗ്യമായി തീർന്നിട്ടില്ല. 150ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലാണ് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഇപ്പോഴും വാഹന ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥിതിയുള്ളത്. ജീപ്പും ഓട്ടോറിക്ഷകളുമൊക്കെ കടന്നു പോകുന്ന വഴിയായിരുന്നു ഇത്. എന്നാൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ ഗതാഗതം നിലച്ചു. പിന്നീട് ഫണ്ട് അനുവദിക്കുകയും ഇടിഞ്ഞുപോയ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തുകയും ചെയ്തു. പക്ഷേ മണ്ണിട്ട് നികത്തി സംരക്ഷണ ഭിത്തി റോഡുമായി ബന്ധിപ്പിച്ചില്ല. ഇക്കാരണം കൊണ്ട് തന്നെ റോഡ് ഇപ്പോഴും യാത്രായോഗ്യമായി തീർന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ പ്രദേശം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് പഴമ്പിള്ളിച്ചാൽ പ്രദേശമാണ്. ഈ റോഡ് പഴമ്പിള്ളിച്ചാൽ പെരിശക്കല്ല് റോഡാണ്. നിരവധിയായ ആളുകൾ ആ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് താമസിക്കുന്നു. അതിൽ രോഗികളുള്ള പല ഭവനങ്ങളുമുണ്ട്. ഇതിൽ ജീപ്പ് റോഡ് മറ്റ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. ഈ ഭാഗം ഇടിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്ത്
റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയതുകൊണ്ട് ഈ റോഡിന് യാതൊരു വിധത്തിലുള്ള പ്രയോജനമില്ലാത്ത രീതിയിൽ സംരക്ഷണ ഭിത്തി വേറൊരു ഭാഗത്ത്, റോഡ് വേറൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ സാഹചര്യമാണ്. അതുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ജീപ്പോ ആപ്പയോ ഇപ്പോൾ കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് എത്രയും വേഗം ഇത് റോഡുമായി ബന്ധിപ്പിച്ച് നല്ലൊരു റോഡാക്കി തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ വന്നത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ കരാറുകാരുടെയും അനാസ്ഥയാണ്. അവരുടെ പേരിൽ നടപടി എടുക്കുകയും എത്രയും വേഗം പഞ്ചായത്ത് അധികൃതർ ഈ റോഡ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വാഹന ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രോഗികളായ ആളുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തെ വീടുകളിൽ കഴിയുന്നുണ്ട്. റോഡില്ലാത്തത് ഇവർക്കൊക്കെയും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഫണ്ട് വകയിരുത്തുകയും നിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും പൊതുഖജനാവിലെ പണം ചിലവഴിച്ചു നടത്തിയ നിർമ്മാണം കൊണ്ട് നാട്ടുകാർക്ക് വേണ്ട പ്രയോജനം ലഭിച്ചിട്ടില്ല. സംരക്ഷണ ഭിത്തിയും റോഡും വെവ്വേറെ നിലനിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തി റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ഇരട്ടയാർ ശാന്തിഗ്രാം ഗുരുദേവ ശാരദാദേവി ക്ഷേത്രത്തിൽ ഉത്സവം മെയ് 20-21 തീയതികളിൽ നടക്കും. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 20-ാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം 6:45-ന് ശാരദാ പൂജ, 7-ന് ഗണപതി ഹോമം, 8:30-ന് കലശം, തുടർന്ന് 9:15-ന് ശാഖായോഗം പ്രസിഡന്റ് A. ദിലീപ് കുമാർ പതാക ഉയർത്തും. ശാന്തിഗ്രാം SNDP ശാഖയുടെ കീഴിലുള്ള ഗുരുദേവ ശാരദാദേവി ക്ഷേത്രത്തിന്റെ 1ാമത് വാർഷികം പ്രതിഷ്ഠാ മഹോത്സവമാണ് നടക്കുന്നത്. ഈ മാസം 20-21 തീയതികളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വളരെ ഭക്തിപരമായി നടത്തപ്പെടുകയാണ്. പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെയും വിദ്യാസ്വരൂപിണിയായ ശ്രീമദ് ശാരദാദേവിയുടെയും അനാദിയായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശാന്തിഗ്രാം ഗുരുദേവ ശാരദാ ക്ഷേത്രത്തിന്റെ 1ാമത് പ്രതിഷ്ഠാ ദിനവും തിരുവുത്സവവും 1924 മെയ് 20-21 തീയതികളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ക്ഷേത്ര ആചാര്യൻ ശ്രീമദ് ഗുരുപ്രകാശ സ്വാമികളുടെയും ശിവഗിരി മഠം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ TV ശാന്തികളുടെയും നിത്യകർമ്മത്തിൽ ഭക്തിനിർഭരമായി ആഘോഷിക്കുന്നു. തിരുവുത്സവ ദിവസങ്ങളിലേക്ക് ഏവരെയും സഹകരണം ക്ഷണിച്ചുകൊള്ളുന്നു. 10-ന് ഗുരുദേവ കൃതികളുടെ ആലാപനവും 10:30-ന് ഗുരുപ്രകാശൻ സ്വാമികളുടെ പ്രഭാഷണവും നടക്കും. 6:45-ന് ദീപാരാധന, തുടർന്ന് 8-ന് തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയും നടക്കും. ചൊവ്വാഴ്ച രാവിലെ മുതൽ പതിവ് പൂജകൾക്ക് പുറമെ 7-ന് മഹാഗണപതി ഹോമം, 10-ന് നവകലശ പൂജ, 11:45-ന് പ്രഭാഷണം, വൈകിട്ട് 6-ന് ഇരട്ടയാർ സാംസ്കാരിക നിലയത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര, 7-ന് താലസമർപ്പണം എന്നിവ നടക്കും. സെക്രട്ടറി വിനോദ് ഉത്തമൻ, വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ തുടങ്ങിയവരും പങ്കെടുക്കും. 7:30-ന് മംഗളപൂജ, മഹാപ്രസാദമൂട്ട, 8-ന് പ്രഭാഷണം, 9:30-ന് ഇൻഡോട്ട് റിതംസിന്റെ ഗാനമേള എന്നിവയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ AP ദിലീപ് കുമാർ, MP മനോജ്, TK ശശി, EK ദിലീപ് കുമാർ, KD ഗോപി, രജനി സജി, സുധൻ മടുക്കത്താനം എന്നിവർ പങ്കെടുത്തു. ചക്കുവള്ളം NSS കരയോഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മന്നം ശതാബ്ദി മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു. ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതൊരാളും ഏതൊരു സംഘടനയിലും പ്രവർത്തിക്കുന്നത് ചില പ്രതീക്ഷകളോടുകൂടിയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നവർക്ക് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസവും പ്രതീക്ഷയും ഉള്ളതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പോകുന്നവരുടെ പ്രതീക്ഷയും വിശ്വാസവും വേറെ ആയതുകൊണ്ട് അവർ ആ പാർട്ടിയിൽ പോകുന്നു. BJPയിൽ പോകുന്നവർക്ക് വേറെ പ്രതീക്ഷകളും വേറെ ആഗ്രഹങ്ങളുമാണ്, അതുകൊണ്ട് അവിടെ പോകുന്നു. നായർ സർവീസ് സൊസൈറ്റിയെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ നന്മയെ ആഗ്രഹിക്കുന്നു. അത് വെറുതെ റോഡിൽ നിന്ന് പറയുക മാത്രമല്ല, ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു. നമുക്കൊക്കെ കൊടുക്കാവുന്നതിനേക്കാൾ വലിയ തുക നമ്മൾ ഇതിന് കൊടുക്കുന്നു. നമ്മുടെയൊക്കെ കഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഒത്തിരി സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന കരയോഗത്തിന്റെ ഭാരവാഹികളും വനിതാ സമാജത്തിന്റെ ഭാരവാഹികളും ഇവരും ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ ഒത്തിരി പൂർവിക സ്വത്ത് കിട്ടിയവരോ ഒന്നുമല്ല. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ, അധ്വാനിക്കുന്നവരാ. ആ സ്വന്തം കഷ്ടപ്പാടിന്റെ ഇടയിൽ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ
നമ്മുടെ പ്രവൃത്തിക്ക് ബലമില്ലാതെ വരുമ്പോൾ സങ്കടമുണ്ടാകും. സങ്കടമുണ്ടാകുമ്പോൾ ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ ചോദിക്കും. അതിനെ പ്രക്ഷോഭമായിട്ടൊന്നും കണ്ടിട്ട് കാര്യമില്ല. ചക്കുപള്ളം 3548 നമ്പർ NSS കരിയോഗം പുതുതായി പണികഴിപ്പിച്ച മന്നം മെമ്മോറിയൽ ഹാളിന്റെ സമർപ്പണ ചടങ്ങിൽ കരിയോഗം വൈസ് പ്രസിഡന്റ് KR മധു അധ്യക്ഷനായിരുന്നു. യോഗത്തിന് മുന്നോടിയായി ഓഫീസ് അങ്കണത്തിൽ പതാക ഉയർത്തി. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഹാൾ ഉദ്ഘാടനം ചെയ്തു. കരിയോഗം പ്രസിഡന്റ് C അജികുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ശ്യാമള മധു പുരസ്കാര വിതരണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കരിയോഗം സെക്രട്ടറി TK അനിൽകുമാർ, രാജേഷ് N നായർ, NSSന്റെയും വനിതാ സമാജത്തിന്റെയും താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കട്ടപ്പന കുന്തളംപാറ ഗുരുജ്യോതി കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത്. SNDP മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചടങ്ങുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മുടെ ശുചിത്വത്തെ ഒക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. കാരണം നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പല രീതിയിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അതൊക്കെ നാടുകളിൽ നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട് പരിസരവും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാഗമായി സൂക്ഷിക്കുവാനും അതിനെ കാത്തു സൂക്ഷിക്കുവാനും ഒക്കെ നമുക്ക് കഴിയും. കാരണം ലക്ഷ്യത്തില് ഗുരുമുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശുചിത്വത്തെ കുറിച്ചാണ്. അത് പറയേണ്ട വേദി ഇതായതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു എന്നത് മാത്രം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. ശാഖായോഗം സെക്രട്ടറി PD ബിനു പാറയിൽ സംഘടനാ സന്ദേശം നൽകി. തുടർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. കുടുംബയോഗം കൺവീനർ റോബിൻ രാജൻ കുന്നിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പും നടന്നു. കുടുംബയോഗം ചെയർമാൻ രാജു PB, സാബു അറക്കൽ, സജീന്ദ്രൻ പൂവാങ്കൽ, ജയേഷ് TJ, ഷീബ വിജയൻ, രേഷ്മ KB, മിന്നു മധു, അഭിജിത്ത് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ 28-ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പ്രധാന പാതയോരങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റിയും മാലിന്യങ്ങൾ നീക്കം ചെയ്തുമാണ് പ്രവർത്തനം നടത്തിയത്. മഴക്കാലത്തെ നേരിടാൻ വിവിധ മുന്നൊരുക്കങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മഴക്കാലത്തുണ്ടാകുന്ന വിവിധ സാംക്രമിക രോഗങ്ങളെ തടയുവാനും പരിസരങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കുവാനുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നഗരസഭ 28-ാം വാർഡ് ITI കുന്നിൽ പാതയോരങ്ങൾ ശുചീകരിച്ചുകൊണ്ടാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഒപ്പം അലക്ഷ്യമായി കിടന്ന മാലിന്യങ്ങളും സംസ്കരിച്ചു. നിർദ്ദേശപ്രകാരം കേരളത്തിലൊട്ടാകെ നടക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ശുചീകരണത്തിൻ്റെ കട്ടപ്പന ഗവൺമെൻറ് ITI കുന്ന് വാർഡ് 28-ാം വാർഡിലെ ശുചീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. കട്ടപ്പന നഗരസഭയിലെ എല്ലാ മേഖലയിലും ഈ പ്രവർത്തനം നടന്നു വരികയാണ്. അതോടൊപ്പം കട്ടപ്പന നഗരസഭയിലെ ITI കുന്ന് വാർഡിലും പ്രവർത്തനം നടക്കുന്നു. ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും JHI, ആശാവർക്കർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി പറയുന്നു. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് അധികൃതരുടെ തീരുമാനം. ഡെങ്കിപ്പനി അടക്കം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ ജാഗ്രതയോടെ വീടുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ITI കുന്നിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ O സുജാത, ആശാ വർക്കർ ശോഭന കൃഷ്ണൻകുട്ടി, നഗരസഭാ കൗൺസിലർ ഷാജി കുത്തോടി, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ SNDP ശാഖായോഗത്തിന്റെയും തേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിയൻ കൗൺസിലർ PR രതീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 1104 നമ്പർ SNDP ഉപ്പുതറ ശാഖായോഗത്തിന്റെയും തേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉപ്പുതറയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പ് തികച്ചും സൗജന്യമായിരുന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പിന്റെ സേവനം 2 മണിവരെ ലഭ്യമാക്കി. ക്യാമ്പ് യൂണിയൻ കൗൺസിലർ PR രതീഷ് ഉദ്ഘാടനം ചെയ്തു. SNDP വളകോട് ശാഖാ പ്രസിഡന്റ് MA സുനിൽ അധ്യക്ഷനായിരുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നത്. ക്യാമ്പിൽ എല്ലാ രീതിയിലുള്ള നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുകയും മെഡിസിൻ സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. 1104 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കൂടെ കുറിച്ചിരിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി
നിരവധി മെഡിക്കൽ ക്യാമ്പുകളും പരിപാടികളും സംഘടിപ്പിക്കാൻ വേണ്ടി ശാഖാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണുകൾ പരിശോധിച്ച തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് ഓപ്പറേഷനും കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് 150 രൂപ മുതൽ 400 രൂപ വരെയുള്ള കണ്ണടകളും ക്യാമ്പിലൂടെ ലഭ്യമാക്കി. വനിതാ സംഘം പ്രസിഡന്റ് ഷീല രാജൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് കിരൺ സന്തോഷ്, യൂണിയൻ കമ്മിറ്റി അംഗം മധു പടന്നമാക്കൽ, ശാഖായൂക്കം വൈസ് പ്രസിഡന്റ് മോഹനൻ വെള്ളാശ്ശേരി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് ആറ്റോരം ഭാഗത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതിനാൽ ഇതുവഴി മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിൽ നാട്ടുകാർ. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിലും ടൗണിനോട് ചേർന്നുള്ള ഇഞ്ചിക്കാട് ആറ്റോരം ഭാഗത്തേക്ക് പോകുന്ന പാതയിൽ മലമൂത്ര വിസർജനവും മാലിന്യം തള്ളുന്നതും പതിവായിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യത്തിൽ നിന്നുമുണ്ടാകുന്ന ദുർഗന്ധം മൂലം ഇതുവഴി കടന്നുപോകുന്നവർ മൂക്കുപൊത്തിയാണ് യാത്ര ചെയ്യുന്നത്. മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവഴി വേണം വിവിധ സ്കൂളുകളിലേക്കുള്ള കുട്ടികളും കാൽനടയായി സഞ്ചരിക്കാൻ. കൂടാതെ രാത്രിയായാൽ ഇവിടം മദ്യപാന്മാരുടെ താവളമായി മാറുന്നതായും പരാതിയുണ്ട്. ഇവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനൊപ്പം പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും നാട്ടുകാരും വ്യാപാരികളും മുന്നോട്ട് വയ്ക്കുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ്. കാന്തല്ലൂരിൽ എത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ്. ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത്. ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. മുനിയറകളുള്ള ആനക്കോട്ടപ്പാറ ഉൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റു ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട്. അതിലൊന്നാണ് ഭ്രമരം പോയിന്റ്. കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ്. കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ്. ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ജീപ്പ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, പിന്നെ കുടിക്കാൻ വെള്ളം നല്ല സൗകര്യമുണ്ട്, പിന്നെ ചായക്കട, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ തൈലം, പുൽത്തൈലം, പിന്നെ തേന്, ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ പോയാൽ നമുക്ക് താഴെയുള്ള സ്ഥലം മൊത്തം കാണാം, നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മരത്തിന് മുകളിലെ ട്രീ ഹൗസുകളും ചെറുകുടിലുകളും കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും വിശാലമായ പരന്ന കാഴ്ചയും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു. ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത്. സ്വന്തം വാഹനങ്ങളിലും ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ കാണാൻ എത്താം. മധ്യവേനലവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റിലെത്തി മടങ്ങിയിട്ടുണ്ട്. അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ഉൾപ്പെടെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യത. ഇതോടെ ഇടുക്കിയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി യാത്ര അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് തോട്ടം, കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിൽ. പാമ്പാടുംപാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു. പൂപ്പാറയിലുണ്ടായ കത്തിക്കുത്തിൽ പൂപ്പാറ കോളനി സ്വദേശി ജയപ്രകാശിന് കുത്തേറ്റു. ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ചിയാർ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാത. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പാത PWD ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടും പ്രയോജനമില്ലെന്ന് നാട്ടുകാർ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.